എടാ നമ്മളെ നീറ്റ് എക്സാമിന് ഒരേപോലെ സ്കോർ വന്നാൽ എങ്ങനെയാണ് റാങ്ക് കൊടുക്കാറ്? നമുക്കറിയാം നീറ്റ് 2024 എക്സാമിനേഷൻ നമ്മൾ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ 720ൽ 720 മാർക്ക് വാങ്ങിച്ച 14 പേരുണ്ടായിരുന്നു. ആ 14 പേർക്കും അവിടെ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നോ? ഇല്ല. ഒരു റാങ്ക് ഒരാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അത് എന്താണ് അതിന്റെ ക്രൈറ്റീരിയ? നമ്മളെ നീറ്റിന്റെ പ്രോസ്പെക്ടസിൽ നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് ടൈ ബ്രേക്കിംഗ് മെത്തേഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് റാങ്ക് ഒരേ സ്കോർ വന്ന ആൾക്കാർക്ക് നിർണ്ണയിക്കുക? അവിടെ ഒരേ സ്കോർ വരികയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് 720ല് 716 ആണ് സ്കോർ ലഭിച്ച ഒരു, അല്ലെങ്കിൽ 716 സ്കോർ ലഭിച്ച ഒരു 10 ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ 15 ആൾക്കാരുണ്ട്. ഈ 15 പേർക്കും 716 ആണ്, അല്ലെങ്കിൽ ഒന്ന് തെറ്റിപ്പോയ ആൾക്കാർ 715 ആണെന്ന് വിചാരിക്കുക. അപ്പൊ എങ്ങനെയാണ് അവിടെ റാങ്ക് അവർക്ക് നൽകുക? അപ്പൊ ഫസ്റ്റ് ക്രൈറ്റീരിയ അവിടെ നോക്കുന്നത് ഹയർ മാർക്സ് ഇൻ ബയോളജി. ഈ 10 പേരില് ആർക്കാണോ ബയോളജിയിൽ കൂടുതൽ മാർക്ക് ഉള്ളത് അയാൾക്കായിരിക്കും കൂടുതൽ നല്ല റാങ്ക് കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ ബയോളജിയാണ് അവിടെ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സബ്ജക്ട്. ഇനി ബയോളജി നോക്കിയപ്പോൾ ഈ 10 പേർക്ക് ബയോളജി നോക്കിയപ്പോൾ ബയോളജിയിലും സെയിം മാർക്കാണ്, ഒരേപോലത്തെ മാർക്കാണ് ബയോളജി എങ്കിൽ അടുത്ത ക്രൈറ്റീരിയ ഏതാണ്? രണ്ടാമത്തെ സബ്ജക്ട് അവിടെ കെമിസ്ട്രി ആണ്. സോ ആദ്യം എന്റെ മക്കൾ ശ്രദ്ധിക്കണം, ആദ്യം അവിടെ ബയോളജി ആണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ സബ്ജക്ട് കെമിസ്ട്രി. കെമിസ്ട്രിയിലുള്ള സ്കോർ ആണ് നോക്കുക. ബയോളജി ടൈ ആയി കഴിഞ്ഞാൽ ആർക്കാണോ കെമിസ്ട്രിയിൽ കൂടുതൽ മാർക്ക് ഉള്ളത് അയാൾക്കായിരിക്കും നല്ല റാങ്ക് കിട്ടുന്നുണ്ടാവുക. ഇനി കെമിസ്ട്രിയും ടൈ ആയാലോ? പ്രോബബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ, കുറവാണ്, എന്നാലും നമ്മൾ പറയാം അങ്ങനെ ചാൻസ് ഉണ്ടല്ലോ, പ്രോബബിലിറ്റി ഉണ്ടല്ലോ, അവിടെ റേഷ്യോ ഉണ്ടല്ലോ. അപ്പം ബയോളജിയും സെയിം മാർക്കാണ്, കെമിസ്ട്രിയും സെയിം മാർക്കാണെങ്കിൽ അടുത്തത് ഏതിലേക്കാണ് പോവാ? ഫിസിക്സിലേക്കാണ് പോവാ. ഫിസിക്സിൽ ആർക്കാണോ കൂടുതൽ സ്കോർ അവർക്കായിരിക്കും നല്ല റാങ്ക് കൊടുക്കുന്നുണ്ടാവുക. ഇനി ഈ 3 സബ്ജക്റ്റും ഈക്വൽ ആയാൽ എന്താണ് ചെയ്യുക? ബയോളജി അതായത് ഒരേ സ്കോർ കിട്ടിയ ആൾക്കാരിൽ ബയോളജി സെയിം മാർക്കാണ്, കെമിസ്ട്രി സെയിം മാർക്കാണ്, ഫിസിക്സിനും സെയിം മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്രൈറ്റീരിയ നോക്കുന്നത് ലോവർ പ്രൊപ്പോർഷൻ ഓഫ് ഇൻകറക്റ്റ് ആൻസേഴ്സ് ഇൻ ഓൾ സബ്ജക്ട്സ്. അതായത് നെഗറ്റീവ് മാർക്കിംഗ് ആർക്കാണോ കുറവ് അവർക്കായിരിക്കും നല്ല റാങ്ക് കൊടുക്കുന്നുണ്ടാവും. ഈ 3 സബ്ജക്റ്റിനും ഈക്വൽ സ്കോർ ആയി അവിടെയും ടൈ ആയി കഴിഞ്ഞാൽ അടുത്ത ക്രൈറ്റീരിയ ഈ PCBയില് ഈ 180 ചോദ്യത്തില് 180 ക്വസ്റ്റ്യൻസിൽ ആർക്കാണോ നെഗറ്റീവ് മാർക്കിംഗ് കുറവ് അയാൾക്ക് നല്ല റാങ്ക് കൊടുക്കും. ഇനി നെഗറ്റീവ് മാർക്ക് റാങ്ക് നോക്കിയപ്പോഴും ചില ആൾക്കാർക്ക് ഇതുവരെ ടൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത ക്രൈറ്റീരിയ എന്താണ്? അടുത്തത് നമ്മൾ സബ്ജക്റ്റിന്റെ നെഗറ്റീവിലേക്ക് പോകും. ആർക്കാണോ ബയോളജിയിൽ നെഗറ്റീവ് മാർക്ക് കുറവ് അയാൾക്ക് നല്ല റാങ്ക് കൊടുക്കും. ഇനി അതും സെയിം ആണെങ്കിലോ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കെമിസ്ട്രിയിൽ ആർക്കാണോ നെഗറ്റീവ് കുറവ് അയാൾക്ക് നല്ല റാങ്ക് പോകും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ അതിലും സെയിം ആണെങ്കിൽ നമ്മൾ ഏതിലേക്കാണ് പോവാ? ഫിസിക്സിൽ. അതായത് ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്നാണ് ഓർഡർ. മനസ്സിലായോ? അപ്പൊ ഫിസിക്സിൽ ആർക്കാണോ നെഗറ്റീവ് മാർക്കിംഗ് കുറവുള്ളത് അവർക്കാണ് അവിടെ നല്ല റാങ്ക് കൊടുക്കുക. അപ്പൊ ഇത്രയും നമ്മൾ കാര്യങ്ങൾ സംസാരിച്ചതിലൊക്കെ ടൈ ആവുകയാണെങ്കിലോ, നമ്മൾ ഇത്രയും സംസാരിച്ച കാര്യങ്ങളൊക്കെ ടൈ ആവുകയാണെങ്കിൽ അവസാനം അവിടെ ഒരു സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, റാൻഡം സെലക്ഷൻ പ്രോസസ്. അതിൽ മെയിൻ ആയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാവും. അത് എങ്ങനെയാന്നുള്ള കാര്യം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടില്ല. ഒരു ഇൻഡിപെൻഡന്റ് എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാവും, അവരാണ് തീരുമാനിക്കുക ഇനി ആർക്ക് റാങ്ക് കൊടുക്കുക എന്നുള്ളത്. അവിടെ ചിലപ്പോൾ ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ആ ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്നല്ലേ നമ്മൾ സാധാരണ പറയാറുണ്ട്. ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം, അല്ലെങ്കിൽ അപ്ലിക്കേഷന്റെ ചില പ്രോസസ്സുകൾ ആവാം. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു റാൻഡം ആയിട്ടുള്ള റാൻഡം സെലക്ഷൻ ചിലപ്പോൾ കമ്പ്യൂട്ടർ ജനറേഷൻ ആവാം, കമ്പ്യൂട്ടർ ജനറേറ്റ് ചെയ്യും. റാൻഡം ആയിട്ട് റാങ്ക് അവിടെ കൊടുക്കുന്ന ഒരു പ്രോസസ് ആണ്. അത് എങ്ങനെയാണ് അതിന്റെ ക്രൈറ്റീരിയ എന്ന് കറക്റ്റ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ടൈ ബ്രേക്കിംഗ് മെത്തേഡ്, ഒരേപോലത്തെ സ്കോർ വന്നാൽ റാങ്ക് നിർണ്ണയിക്കുന്ന മെത്തേഡ്. സോ ഈ ഒരു കാര്യം എന്റെ മക്കള് മനസ്സിലാക്കി വെക്കുക. ഒരുപാട് കുട്ടികൾക്ക് സംശയമുള്ളതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ നിങ്ങൾ എത്തിക്കുക. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. നീറ്റ് എക്സാമിനേഷന് നമുക്ക് കുറച്ച് ദിവസങ്ങളാണ്. ദിവസത്തെ കുറിച്ച് ഞാൻ ടെൻഷൻ അടിപ്പിക്കുകയല്ല, നമ്മൾ പഠിച്ചത് വരുള്ളൂടാ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള ദിവസം ഒരുപോലെ നിങ്ങൾ പഠിക്കുക, കൺസിസ്റ്റൻസ് ആയിട്ട് പഠിക്കുക, കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് നീങ്ങുക. വൺസ് അഗൈൻ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.